ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സംഖ്യയോഗം ശ്ലോകങ്ങൾ 71, 72. 72ാമത്തെ ശ്ലോകത്തോടുകൂടി രണ്ടാമത്തെ അധ്യായം തീരുകയാണ്. വിഹായ കാമാന്യകഃ സർവാൻ പുമാം ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സ ശാന്തി അധിഗച്ഛതി. ഏഷാ ഭ്രാമി സ്ഥിതിഃ പാർത്ഥ നൈനാം പ്രാപ്യഭിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. വിഹായ കാമാന്യഃ സർവാൻ പുമാം ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സ ശാന്തിമധിഗച്ഛതി. ഏഷാ ഭ്രാമി സ്ഥിതിഃ പാർത്ഥ നൈനാം പ്രാപ്യഭിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് വിഷയചിന്തയില്ലാതെ ആത്മാനന്ദത്തിൽ മുഴുകി ഞാനെന്നും എന്റേതെന്നുമുള്ള വിചാരമില്ലാതെ ജീവിക്കുന്നവൻ ആത്മാനന്ദത്തിൽ മുഴുകി ശാന്തി നേടുന്നു. ഇന്ദ്രിയാർത്ഥങ്ങളുടെ നേർക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സിനെ കൂടി അങ്ങോട്ട് വലിച്ചിഴയ്ക്കുന്നു. കാമനാത്യാഗം, നിരഹങ്കാരം, നിർമ്മലത്വം ഇത്രയും സാധിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും. അവിഛിന്നമായ പരമാനന്ദം പ്രാപ്തമാകുകയും ചെയ്യും. കാമനാത്യാഗം, നിസ്പൃഹത, നിർമ്മമത്വം, അഹങ്കാരമില്ലായ്മ ഇവ 4മാണ് ശാന്തി നേടുവാനുള്ള സോപാനങ്ങൾ. ജീവസന്ധാരണം പോലും നിർമ്മമത്വത്തോടെ നിസ്പൃഹതയോടെയാകണം. ശരീരം നിലനിർത്താനുള്ള മോഹം പോലും നിരർത്ഥകമാണ്. നിലനിൽക്കുന്നിടത്തോളം അത് നിലനിൽക്കും. ആ സ്ഥിതിക്ക് ദീർഘജീവിതം പോലും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. കാമനകളെ ക്ഷയിപ്പിക്കുകയാവണം ധർമാനുഷ്ഠാനത്തിന്റെ ലക്ഷ്യം. സ്ഥിതപ്രജ്ഞനാകുന്നതോടെ കാമനകൾ ലോപിച്ചു പോകും. അപ്പോൾ സ്വധർമ്മം ബ്രഹ്മനിഷ്ഠയായി തീരും. ആ നിലയിൽ നിസ്പൃഹനും നിർമ്മമനും നിരഹങ്കാരനുമായി തീരുന്ന കർമ്മയോഗിക്ക് പരമാത്മപ്രാപ്തി അനായാസേന സാധ്യമാകും. നമുക്ക് ഞാനെന്നും എന്റേതെന്നുമുള്ള ആ മമതാബോധമൊക്കെ ഇല്ലാതെ വേണം നമുക്ക് ഒരു ജീവസന്ധാരണം നടത്തുവാൻ പോലും എന്നാണ് ഭഗവാൻ പറയുന്നത്. 17 ശ്ലോകങ്ങളിലായി സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം വിവരിച്ച ശേഷം ബ്രഹ്മനിഷ്ഠനായ കർമ്മയോഗിക്ക് ലബ്ധമാകുന്ന പരമാനന്ദ സ്ഥിതിയെ അടുത്ത പദ്യത്തിൽ, അതായത് 72ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്. ഏഷാ ഭ്രാമി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യഭിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. അർജുന, ഈ സ്ഥിതി തന്നെയാണ് ആത്മസാക്ഷാത്കാരത്തിന്റേത്. ഈ നിലയിലെത്തിയ സാധകന് പിന്നീട് മോഹമുണ്ടാകുന്നില്ല. അവസാന കാലത്തിലെങ്കിലും ഈ അവസ്ഥയിൽ ചെന്നെത്തിയാൽ ബ്രഹ്മസായുജ്യം പ്രാപ്തമാകും. വിഷയങ്ങളിൽ നിന്നകന്ന നിയന്ത്രണാവിധേയമായ മനസ്സും ഇന്ദ്രിയങ്ങളും നിർമ്മമത്വം, നിരഹങ്കാരത ഇവയൊക്കെ കൈമുതലാക്കാൻ കഴിഞ്ഞ സാധകന് ആത്മാനന്ദം അഥവാ ആത്മസാക്ഷാത്കാരം പ്രാപ്തമായി എന്ന് മനസ്സിലാക്കുക. അയാളെ ഭൗതിക മോഹങ്ങൾ ഒരിക്കലും ശല്യം ചെയ്യുകയില്ല. അവസാന കാലത്ത് വെറും 2 നാഴിക നേരം കൊണ്ട് ഖണ്ഡ്വാംഗ മഹാരാജാവ് ഈ സ്ഥിതിയെ പ്രാപിച്ചു. അങ്ങനെ അവസാന കാലത്തെങ്കിലും ശേഷിച്ച ജീവിതകാലം ഈ ബോധത്തോടെ വ്യാപരിക്കാനുള്ള മനോഭാവം നേടുന്ന സാധകൻ അവസാനമെങ്കിലും പരമാനന്ദം നേടുന്നു. ഈശ്വരന്റെ പ്രേമ ഭാജനമാകുന്നു. എല്ലാവരും ഈ സാംഖ്യയോഗം മനസ്സിരുത്തി പഠിക്കണം. സാംഖ്യയോഗത്തിലാണ് ഭഗവാൻ ഇത്രയും വിശദീകരിച്ച് അർജുനനോട് നമ്മൾ എന്താണ് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം എന്ന് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. 70ാമത്തെ ശ്ലോകത്തിന്റെ വാക്കർത്ഥം ഇങ്ങനെയാണ്. യാതൊരു പുമാൻ പുരുഷൻ സർവാൻ കാമാൻ സകല കാമനകളെയും വിഹായ ഉപേക്ഷിച്ചിട്ട് നിസ്പൃഹ ആഗ്രഹമില്ലാത്തവനായി ചരതി ജീവിക്കുന്നുവോ നിർമ്മമഃ മമത്വ ചിന്തയില്ലാത്തവനും നിരഹങ്കാരഃ അഹംഭാവമില്ലാത്തവനുമായ സഹ അവൻ ശാന്തിയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. അതുപോലെ 72ാമത്തെ ശ്ലോകത്തിൽ
ഭഗവാൻ അർജുനനെ വിളിക്കുകയാണ്. ഹേ പാർത്ഥ, ഹേ അർജുന, ഏഷ ഇത് ഭ്രാമി, ആധ്യാത്മികമായ അല്ലെങ്കിൽ ബ്രഹ്മവിഷയത്തെ കുറിച്ച് പറയുന്ന സ്ഥിതിഹി അവസ്ഥ, ഏനാം ഈ അവസ്ഥയെ, പ്രാപ്യ പ്രാപിച്ചിട്ട്, നബിമുഹ്യതി മോഹിതനാകുന്നില്ല, അന്തകാലേബി അവസാന കാലത്തെങ്കിലും, അസ്യാം ഈ അവസ്ഥയിൽ, സ്ഥിത്വാ സ്ഥിതി ചെയ്തിട്ട്, ബ്രഹ്മനിർവാണം ബ്രഹ്മസായുജ്യം അഥവാ മോക്ഷം, റിച്ഛതി പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സാഖ്യയോഗോ നാമ ദ്വിതീയോऽധ്യായ സമാപ്തഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.